വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മദിനത്തോടനുബന്ധിച്ചുള്ള ബഷീർ ഫെസ്റ്റ് ഞായർ തിങ്കൾ ദിവസങ്ങളിൽ കോഴിക്കോട് നടക്കും. ബഷീർ സ്മാരകമായ ആകാശമിട്ടായിൽ സംഘടിപ്പിക്കുന്ന ഫെസ്റ്റ് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഫെസ്റ്റിൽ ബഷീറിന്റെ ജീവിതവും സാഹിത്യവും പുതുതലമുറയ്ക്ക് പരിചയപ്പെടുന്ന വൈവിധ്യമാർന്ന പരിപാടികളാണ് ഒരുക്കിയിട്ടുള്ളത്. ബേപ്പൂർ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ചരമവാർഷിക ദിനാചരണത്തോടനുബന്ധിച്ച് ജൂലൈ 5-6 ദിവസങ്ങളിൽ ബഷീർ ഫെസ്റ്റ് നടത്തും. ആകാശമിഠായിയിൽ നടക്കുന്ന ഫെസ്റ്റിൽ ബഷീറിന്റെ ജീവിതവും സാഹിത്യവും പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തുക എന്നതാണ് പ്രധാന ലക്ഷ്യം. ബഷീർ കഥ പറച്ചിൽ, ചിത്രരചന, നാടകാവതരണങ്ങൾ, ക്വിസ് മത്സരം, മാജിക് ഷോ, പുസ്തക ചിത്ര പ്രദർശനങ്ങൾ, കുട്ടികൾക്കായുള്ള പരിപാടികൾ, ഭിന്നശേഷിയുള്ളവരുടെ സംഗമം, സാംസ്കാരിക പരിപാടികൾ എന്നിവ ഫെസ്റ്റിന്റെ ഭാഗമായി നടക്കും. സാഹിത്യ ലോകത്തിന് പുതിയ മാനം സൃഷ്ടിച്ച ബഷീർ സമൂഹത്തിൽ ആദർശത്തിന്റെ ആൾരൂപമായി മാറിയെന്നും കൃതികളിലൂടെ അദ്ദേഹം സാഹിത്യ ലോകത്തു തന്നെ പുതിയ വ്യതിയാനം സൃഷ്ടിച്ചുവെന്നും പാവപ്പെട്ടവരുടെ രക്ഷകനായി മാറുകയായിരുന്നുവെന്നും ഉദ്ഘാടന ചടങ്ങിൽ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. ബേപ്പൂർ സുൽത്താൻ എന്ന് വിളിച്ചാലും കേരളത്തിൻ്റെ സുൽത്താനായി അദ്ദേഹം മാറി എന്നുള്ളത് നമുക്ക് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്. പാവപ്പെട്ടവരുടെ പ്രശ്നങ്ങൾ അവരുടെ ഭാഷയിൽ അവരുടെ ഹൃദയവികാരം മനസ്സിലാക്കി ജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടി ഇത്രയും വലിയ പ്രചാരണം നടത്തിയ ഒരു സാഹിത്യകാരൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ കേരളത്തിന് മറക്കാനേ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് ആദർശത്തിൻ്റെ കാര്യത്തിലായാലും ആൾരൂപത്തിൻ്റെ കാര്യത്തിലായാലും അദ്ദേഹത്തിൻ്റെ പ്രത്യേകതകൾ നമ്മുടെ ഹൃദയത്തിൽ നിൽക്കുകയാണ്. കടലും കപ്പലും മരവും മനുഷ്യരുമെല്ലാം ബഷീറിന്റെ കഥകളിൽ ഇടം പിടിച്ചു. അന്നു മുതൽ ബഷീർ മലബാറുകാരുടേതു മാത്രമല്ല, കേരളത്തിന്റെ തന്നെ സുൽത്താനായി മാറുകയായിരുന്നുവെന്ന് മകൾ അനീസ് ബഷീറിനോടും മകൾ ഷഹനയോടും തിരുവഞ്ചൂർ പറഞ്ഞു. ചടങ്ങിൽ MLA മാരായ PM മുഹമ്മദ് റിയാസ്, K. ജയൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് മലയാളം, കോഴിക്കോട്.